وكان عبد الله بن المبارك رحمه الله تعالى അബ്ദുല്ലാഹി മുബാറക് തങ്ങൾ അധികവും യുൻഷിദു ഖൗല ശായിർ, ഒരു പാട്ടുകാരൻ പാടിയ പാട്ട് എപ്പോഴും പാടിക്കൊണ്ടിരിക്കും. അത് അർത്ഥവത്തായ ഒരു പാട്ടാണ്. ഇദാ മല്ലൈലു വളലമ കബദു വയസ്ഫറു അൻഹു വഹും റുകൂഉ അത്വാറ الخوف نومهم وقاموا وهو الأمن في الدنيا هجوع. ഇദാ മല്ലൈലു വളലമ, രാത്രി ഇരുൾമുറ്റിക്കഴിഞ്ഞാൽ കാബദൂഹും, ആ രാത്രിയുടെ എല്ലാ ബുദ്ധിമുട്ടും സഹിച്ചുകൊണ്ട് ജീവിക്കും, ഉറങ്ങൂല. വയസ്ഫറു അൻഹും വഹും റുകൂഉ, അവർ ഇബാദത്തിലായിക്കൊണ്ടിരിക്കണ നിലയിൽ നേരം പിറന്നുകൊണ്ടിരിക്കും, അവരറിയൂല. അപ്പൊ രാത്രിയാകുമ്പോൾ ഉറക്കില്ലാതെ അവർ ഇബാദത്തിലാവും. ഇങ്ങനെ അവർ ഇബാദത്തിലായിക്കൊണ്ട് നേരം പുലരുകയാണ്. അതാറൽ ഖൗഫു നൗമഹും വഖാമും, അവിടെ ഉറക്കിനെ ഇല്ലാതെയാക്കി പറപ്പിച്ചു വിട്ടതോടെ പേടിയാണ്, അള്ളാഹുമായുള്ള പേടി. ആ പേടി നോക്കുമ്പോൾ അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ വഖാമു, അവർ എണീറ്റ് ഇബാദത്ത് ചെയ്യുകയാണ്. വഹുൽ അംനി ഫിദ് ദുനിയാ ഹുജൂഉ, അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് പേടിയില്ലാത്ത, ബോധമില്ലാത്ത, കുറെ നിർഭയത്വമില്ലാത്ത ആൾക്കാരുണ്ട്, പേടില്ലാത്തവർ. അവർ ദുനിയാവിൽ നല്ലോണം ഉറങ്ങി വസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല, അള്ളാഹിനെ കുറിച്ചുള്ള പേടി. ഈ ഒരു കവിശകലം പാടിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അബ്ദുല്ലാഹി മുബാറക് തങ്ങളെപ്പോഴും. ഇത് അർത്ഥവത്തായ വാക്കാണ്. ഫഅലം ദാലിക വത്തബിഅ സലഫക യാ അഖി തസ്ലം, അതുകൊണ്ട് എന്റെ സഹോദര, ഈ വിഷയം നീ അറിയണം, നിന്റെ പൂർവികന്മാരുമായ ആളുകളെ പിന്തുടരണം, എന്നാ തസ്ലമു, നീ രക്ഷപ്പെടും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വമിൻ അഖ്ലാഖിഹിം റളിയല്ലാഹു തആല അൻഹും, മഹാന്മാരുടെ സ്വഭാവ ഗുണങ്ങളിൽ പെട്ടതാണ് കസ്റത്തുൽ ഹുസൻ അലാ മാ ഫറതു ബി ജംബില്ലാഹി, അല്ലാഹു തആലയുടെ മാർഗത്തിലായ ആ വഴിയിലൂടെ വല്ലതും ന്യൂനതകൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവർത്തനത്തിന്റെ മേലെ വളരെ വീഴ്ച വരുത്തിയല്ലോ എന്ന ദുഃഖം കൂടുതലായിരിക്കും. ഒലവുക്കാനു അലാ ഇബാദത്ത് സഖലൈനി, ജിന്നിന്റെയും ഇൻസിന്റെയും ഇബാദത്ത് അത്രത്തോളം എടുത്താൽ പോലും അല്ലാഹു തആലയുടെ ഭാഗത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഞങ്ങളെ കടമകൾ നിറവേറ്റിയിട്ടില്ല, ഒരു വീഴ്ച അവർക്ക് ബോധ്യപ്പെടും. അതിനാൽ ദുഃഖം അധികമായിരിക്കും. ലാ യറൗന അന്നഹും ഖാമു ബി വാജിബി ഹഖ് റുബൂബിയ്യത്തില്ലദി അലൈഹിം, അവരുടെ മേലെ നിർബന്ധമായി വരുന്ന റബ്ബിന്റെ കടമകൾ അത് നിർബന്ധമായി ഞങ്ങൾ വീട്ടി എന്നൊരു അഭിപ്രായം അവർക്കുണ്ടാവുകയില്ല. അത്രത്തോളം പേടിയാണ് അവർക്കുള്ളത്. വലാ ഫറഖ ഫീ ദാലിക ബൈന ആരിഫി വൽ മുബ്തദി, അല്ലാഹു തആല മനസ്സിലാക്കി ജീവിക്കുന്ന ആരിഫിന്റെയും ഈ ത്വരീഖത്തിൽ പഷ്ടി കടന്ന ആളുടെയും ഇടയിൽ ഈ വിഷയത്തിൽ യാതൊരു തർക്കവും എല്ലാവർക്കും. ഖിലാഫ മാ അലൈഹി ബഅദ് മുതസഫിഫത്തി ഫീ ഹാദൽ സമാൻ, ഈ കാലഘട്ടത്തിലെ ചില സൂഫിയാക്കളെ കൗലുണ്ട്, അവര് പറഞ്ഞതിനെതിരായിട്ട്. മിൻ ഖൗലി, വാക്കുകൾ അതെന്താണ്? ഇന്നമാ യകൂനുൽ ഖൗലുൽ മുബ്തദി, ഈ ത്വരീഖത്തിലേക്ക് കടന്നു വരുന്ന ആദ്യത്തെ ആൾക്ക് പേടിണ്ടായാൽ മതി, അത് മതി, വേറൊന്നും വേണ്ട എന്നാണ്. അമ്മൽ ആരിഫു, അവർക്കാണ് പേടിയെങ്കിൽ ആരിഫായി ജീവിച്ച മഹാരഥന്മാർക്കോ വലാ ഹസന അലൈഹി വലാ ഖൗഫ, അവരുടെ മേല് പേടിയില്ല, മുഷിപ്പില്ല, ധൈര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചില സൂഫിയാക്കൾ പറഞ്ഞതായി കാണാം. അവര് പറഞ്ഞ് നേരെ എതിരാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്, വ്യത്യാസമില്ല എന്ന്. വഹാദ, ഇങ്ങനെ പറയല് മിൻ സിയാത്തിൽ ജഹില്, അത് വിവരക്കേട് കൂടുതൽപ്പെട്ടതാണ്. വിവരമുള്ളവര് അങ്ങനെയല്ല പറയല്. ഫഇന്നൽ അകാബിറ ഖദ് ദറജു കുല്ലുഹും അലാ തവാലിൽ ഹുസ്നി ഇലാ അൻ മാതുന, വലിയ വലിയ മഹാരഥന്മാരായ ആളുകൾ അവർ മരിക്കുന്നത് വരെ അവിടെ വിഷമങ്ങളും മുസിപ്പും തുടർന്നുകൊണ്ടേ കടന്നുകൂട്ടിയിരുന്നു. അങ്ങനെ അവർ ജീവിച്ചിരുന്നു എന്നർത്ഥം. എല്ലാവരും ഈ മുസിപ്പ് തുടരെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ പ്രവേശിച്ചവരായിരുന്നു. അത് മരിക്കുന്നവരെ ഉണ്ടായിട്ടുണ്ടെന്നാണ്. പിന്നെ എങ്ങനെയാണ് ആരിഫിന് പേടിയും ദുഃഖമൊന്നും വേണ്ട, മുബത്തദിനെ മതി എന്ന് പറയാ എന്നാണ്. വലാക്കിൻ, പക്ഷെ അങ്ങനെയൊക്കെയാണ് എങ്കിലും യുഹ്മനു ഖൗലു മൻ ഖാല മിനൽ അകാബിരി, വലിയ വലിയ പ്രമുഖന്മാരിൽപ്പെട്ട ആളുകൾ ചില വാക്ക് പറഞ്ഞിട്ടുണ്ട്. അത്തരം വാക്കുകൾ ചുമത്തപ്പെടേണ്ടതാണ്. എന്താ പറഞ്ഞത്? ഇന്നൽ ആരിഫ ലാ ഹസന അലൈഹി, ആരിഫായ ആളുകൾക്ക് മുസിപ്പാവേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ വാക്കിന് ഐ അലാ ഫവാത്തി ഉമൂരി ദുനിയ, ദുന്യാവിന്റെ കാര്യം നഷ്ടപ്പെട്ടു പോയതിന്റെ മേൽ ദുഃഖിക്കേണ്ടതില്ല, അതിന് ദുഃഖിക്കൂല.
അതിലവർക്ക് മുഷിപ്പില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അമ്മൽ ആഖിറത്തു, അപ്പോൾ ആഖിറത്തിന്റെ കാര്യമോ ഫതുർക്കു ഹുസ്നിഹിം അലാ ഫവാത്തിഹ മദ്മൂമും, ആഖിറത്തിന്റെ കാര്യം നഷ്ടപ്പെട്ടു പോയതിന്റെ മേലിൽ അവർക്കുള്ള ദുഃഖങ്ങളും മുഷിപ്പും ഇല്ല എന്ന് പറയുന്നത് വളരെ മോശമാണ്. അതുണ്ടാവില്ല. ആഖിറമാണ് ലക്ഷ്യം, ആഖിറമാണ് നേടേണ്ടത്, അതിനാണ് എല്ലാവരും അധ്വാനിക്കുന്നത്. എന്നിട്ട് അതിന്റെ കാര്യം നഷ്ടപ്പെട്ടു പോയതിൽ ദുഃഖമില്ല എന്ന് പറയുന്നത് മോശമല്ലേ? ഫഖദ് വറദ ഫിൽ ഹദീസി അന്നല്ലാഹു തആല യുഹിബ്ബു കുല്ല ഖൽബിൻ ഹസീൻ എന്ന് പറയുന്നുണ്ടല്ലോ. ദുഃഖിക്കുന്ന വിഷമിക്കുന്ന എല്ലാ ഹൃദയത്തെയും അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന ഹദീസിലുണ്ടല്ലോ. യഅനി അലാ ഫവാത്തി ഹൽഹി മിനല്ലാഹി തആല ഫിൽ ആഖിറത്തി, അതിന്റെ ഉദ്ദേശം ആഖിറത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഇവന് കിട്ടേണ്ടതായിരിക്കുന്ന വിഹിതം നഷ്ടപ്പെട്ടു പോയി, അതിന്റെ മേൽ ദുഃഖിക്കുന്നവർ ആരോ അവർക്ക് അല്ലാഹു തആല അവരെ വല്ല ഇഷ്ടമാണെന്ന് ഹദീസിലുണ്ട്. അങ്ങനെ വരുമ്പോൾ ആഖിറത്തിൽ നഷ്ടപ്പെട്ടു പോയ കാര്യത്തിൽ ദുഃഖമില്ല എന്ന് പറയുന്നത് മോശമല്ലേതായി. വകാന മൂസ ബിൻ സഈദ് റഹിമഹുല്ലാഹു തആല യഖൂൽ, ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു, ലിഖാഉൽ അമലി സ്വാലിഹ് അൽ ഹുസ്നു എന്നാണ്. സ്വാലിഹായ അമലിന്റെ പരാഗണം അതെന്താണെന്ന് പറയുമ്പോൾ ദുഃഖമാണ്. നല്ല വിഷമുണ്ടാവണം. സ്വാലിഹായ അമൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പടച്ചവനെ അള്ളാന്റെ ഭാഗത്ത് ഇഷ്ടപ്പെടുമോ, അള്ളത് ഇഷ്ടപ്പെടുമോ, എനിക്ക് വല്ലതും കിട്ടുമോ, വല്ലതും നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു പേടിയും അതോടൊപ്പം മുഷിപ്പൊക്കെ വേണം. അതാണ് അതിന്റെ പരാഗണം. വകാന മാലിക് ബിൻ ദീനാർ റഹിമഹുല്ലാഹു തആല യഖൂൽ, ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നൽ ഖൽബ ഇദാ ലം യകുൻ ഫീഹി ഹസനുൻ ഖർബ കമാ അന്നൽ ബൈത ഇദാ ലം യകുൻ ഫീഹി സാകിൻ ഖർബ. ഒരു ഹൃദയം, ആ ഹൃദയത്തിന്റെ മുഷിപ്പേ ഇല്ല, വിഷമേ ഇല്ല, ഒക്കെ വളരെ ശാന്തമാണ്, കൃത്യം പറഞ്ഞ നടക്കുകയാണ്, സമാധാനം സമാധാനം എന്ന് പറഞ്ഞു, ഒരു ദുഃഖവും ഇല്ല. അങ്ങനെ ദുഃഖമില്ലെങ്കിൽ ആ ഹൃദയം ഏതുപോലെയാണ് തരിപ്പണമായി പോയത്. നല്ല കാര്യം ഹൃദയത്തിലില്ല, നല്ല കാര്യം ഇല്ലെങ്കിൽ ആ ഹൃദയം ആകെ തരിപ്പണമായി പൊളിഞ്ഞു വീഴുക. ഏതുപോലെ വീടുണ്ടാക്കിയിട്ട് ആ വീട്ടിൽ താമസിക്കുന്ന ഒരാളില്ലെങ്കിൽ ആ വീട് തരിപ്പണമായി പൊളിഞ്ഞു പോയി ഖറാബായി. അതുപോലെ അള്ളാഹിനെ ഓർത്തോ ആഖിറത്തിനെ ഓർത്തോ വിഷമം ഹൃദയത്തിന്റെ ഉള്ളിലില്ല എങ്കിൽ ആ ഹൃദയം ശാന്തമല്ല, ആ ഹൃദയം നല്ലതല്ല, നല്ല കാര്യത്തൊട്ട് ആ ഹൃദയം തകർന്നിരിക്കുന്നു എന്നതിനർത്ഥം. ഹസൻ ബസരി റഹിമഹുല്ലാഹു തആല യഖൂൽ, ഹസൻ ബസരി തങ്ങൾ പറയുന്നു, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ യസഉൽ മുഅ്മിന ഫിദ്ദുനിയ, ദുനിയാവിൽ വെച്ച് സത്യവിശ്വാസിയായ ആളുകൾക്ക് വിശാലമാവുകയില്ല, ഇല്ലൽ ഹുസ്നു, ദുഃഖമല്ലാതെ, അവർക്ക് ദുഃഖമേ ഉണ്ടാവുകയുള്ളൂ. ഭൂമിയിലകത്ത് ജീവിക്കും കാലത്തോളം മരിക്കുന്നത് വരെ ഹൃദയത്തിന്റെ ഒരു വിഷമുണ്ടായിക്കൊണ്ടിരിക്കും. വകാന ദാവൂദ് ത്വാഇ റഹിമഹുല്ലാഹു തആല യഖൂൽ, ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു, കൈഫ ലാ യഹ്സുനു ഫിദ്ദുനിയ മൻ തതജദ്ദദു അലൈഹിൽ മസായിബു ഫീ കുല്ലി സഅത്തിൻ യഅനിൽ ദുനൂബ്. എല്ലാ സമയങ്ങളിലും മണിക്കൂറുകളിലും തെറ്റുകുറ്റങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, പുതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡ് തെറ്റുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ തെറ്റുകൾ പുതുതായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ എങ്ങനെ ദുഃഖിക്കാതിരിക്കും? കാരണം ഇവിടുന്ന് മരിച്ചു പോകണ്ടേ, അള്ളാഹിന്റെ അടുത്തേക്ക് ചെല്ലണ്ടേ, അള്ളാഹ് ഇതിനൊക്കെ ചോദ്യം ചെയ്യൂലേ, ഞാനിത് മറുപടി പറയും. എനിക്ക് ഒരുപാട് കാര്യം ദുന്യാവെന്ന് ഇങ്ങനെ തെറ്റ് ചെയ്തതുകൊണ്ട് ആഖിറത്തിൽ കിട്ടേണ്ട കാര്യം നഷ്ടപ്പെട്ടു പോയില്ലേ എന്നീ ഇത്യാദി ദുഃഖങ്ങളും വിഷമങ്ങളും ഇല്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ ജീവിക്കാൻ കഴിയും? അത് വേണ്ടതല്ലേ എന്നാണ്. വലമ്മ മാത്തൽ ഹുമൈൽ ബിൻ ഇയാദ് റഹിമഹുല്ലാഹു തആല, ബഹുമാനപ്പെട്ട ഹുമൈൽ തങ്ങൾ വഫാത്തായപ്പോൾ കാല വക്കീൽ, വലിയൊരു പണ്ഡിതനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഉസ്താദായ വക്കീ എന്നവർ പറയാണ്, ഖദിർ തബഅൽ ഹുസ്ന അൽ ബാലിയ അൽ യൗമ മിനൽ അർളി, ഭൂമി ലോകത്ത് എപ്പോഴും മുഷിപ്പായി ജീവിച്ചിരുന്ന മഹാനാണല്ലോ ഹുമൈൽ തങ്ങൾ. ആഖിറത്തിലേക്ക് ഓർത്ത് ജീവിച്ച മഹാനാണ്. ആ മഹാൻ മരിച്ചപ്പോൾ വക്കീ പറയുകയാണ്, ഇർതബൽ ഹുസ്ൻ, ദുഃഖം ഇതാ ഉയർന്നു പോയിരിക്കുകയാണ്, അൽ ബാലിയ എന്ന് എത്തിക്കൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾ. എവിടെ? മിനൽ അർളി, ഭൂമിയിൽ നിന്ന് എന്തെല്ലാം വിഷമങ്ങൾ എത്തിക്കൊണ്ടിരുന്നോ അത്രയും എത്തിക്കൊണ്ടിരുന്നതായിരിക്കുന്ന ദുഃഖങ്ങളെല്ലാം ഇന്നിതാ ഇവിടുന്ന് പമ്പ കടക്കുകയാണ്, മരിച്ചുപോയെന്നർത്ഥം. ഇനി ദുഃഖിക്കേണ്ടതില്ല, ഇനി സന്തോഷിക്കാൻ ആഖിറത്തിലേക്ക് പോവുകയാണെന്ന്. അപ്പൊ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ആഖിറത്തിൽ വല്ലതും നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടിയുണ്ടായിരുന്നു. ആ പേടിയും മുസിപ്പിലും കഴിഞ്ഞ ഒരാളായിരുന്നു ഹുമൈൽ തങ്ങൾ. അതെന്നെ ചിന്ത, ആഖിറത്തിലെ ചിന്ത. ആ ചിന്ത ഇന്നത്തോടുകൂടി ഇതാ മൂപ്പര് മരിച്ചു, ഇനി ആ ചിന്ത ഇവിടെ വരികയില്ല എന്നായി. വകാന അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, ലൗ റഅയ്തുമുൽ ഹസൻ ബസരിയ റഹിമഹുല്ലാഹു തആല, ഹസൻ ബസരി തങ്ങളെ നിങ്ങളെങ്ങാനും കാണുകയാണെങ്കിൽ ലഖുൽതും, നിങ്ങൾ പറയും,
ഇന്നല്ലാഹ തആല ഖദ് ബസ്സ അലൈഹി ഹുസ്നൽ ഖലായിഖി അജ്മഈന. സർവ്വ സൃഷ്ടികളുടെയും വിഷമം മുഴുവനും ഹസൻ ബസ്രി തങ്ങളെ മേലിൽ അള്ളാഹ് ചൊരിച്ചു കൊടുത്തിരിക്കുകയാണെന്ന് പറയും. എന്തുകൊണ്ട്? മിൻ തൂരിദിൽ കദ്ദംഅതി വതവാസിരി നസീജി, പൊട്ടി കരഞ്ഞുകൊണ്ടുള്ള തുടരെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കരച്ചിലുകൾ, പറ്റാത്ത കണ്ണുനീരുകൾ. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കാം ദുനിയാവിൽ എല്ലാവരും വിഷമത്തിലാവുന്ന വിഷമം മുഴുവനും ഹസൻ ബസ്രി തങ്ങൾക്ക് അള്ളാഹു തആല നൽകി കൊടുത്തിരിക്കുന്നു എന്ന് പറയും. അത്രത്തോളം വളരെ ഉന്നത പദവിയിലെത്തിയ ഹസൻ ബസ്രി തങ്ങൾ പോലും മരിക്കുന്ന സമയം വരെ ഏങ്ങി കുട്ടികൾ കരയും പോലെ കരയും, കണ്ണുനീർ വാർത്തുകൊണ്ട് കരയും, ആഖിറത്തെ ഓർത്തുകൊണ്ട് ജീവിച്ചു എന്നാണ്. റബീ തങ്ങൾ പറയുന്നു, ലൈസ അഹദുൻ അശദ്ദ ഹമ്മൻ ബിദ്ദുനിയ മിനൽ മുഅ്മിനീന. മുഅ്മിനേക്കാൾ ഈ പ്രപഞ്ചത്തിൽ വളരെ മനപ്രയാസം ഗൗരവമായ ഒരാളും ദുനിയാവിലില്ല. എന്തുകൊണ്ട്? അന്നവും നിശ്ചയമാട്ടെ മുഅ്മിനായ മനുഷ്യൻ ഷാറക്കാഹില ദുനിയാവിൽ മഹാശി, ജീവിതകാര്യങ്ങളും ജീവിതത്തിലുമെല്ലാം ഈ പ്രപഞ്ചത്തിൽ രസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കൂടെ ഒരു കൂടിപ്പോയി. അപ്പൊ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ആഖിറത്തിലേക്ക് എത്തുന്നതുവരെ മുഷിപ്പുണ്ടാകും, അതുണ്ടാവണം. അതാണ് മുഅ്മിന്റെ വിജയം. അങ്ങനെ മുഷിപ്പിലായിക്കൊണ്ടിരിക്കും മുഅ്മിന്. എപ്പോ നോക്കിയാൽ മുഅ്മിന് മുഷിപ്പുണ്ടാവും. അപ്പൊ ദുനിയാവിലുള്ള ആൾക്കാരെ കൂടെ കൂടുമ്പോൾ, ജീവിതത്തിന്റെ കാര്യത്തിൽ പങ്കാളിയാകുമ്പോൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കും മുഅ്മിനായ മനുഷ്യൻ. വസാദ അലൈഹിം ബിഇഹ്തിമാമി ബിഅംരിൽ ആഖിറ, ആഖിറത്തിന്റെ കാര്യങ്ങൾ ചിന്തിക്കൽ കൊണ്ടും അത് ശ്രദ്ധിക്കൽ കൊണ്ടും ഈ മുഅ്മിനീങ്ങളായിരിക്കുന്ന ആളുകളെ മേൽ വളരെ പ്രയാസം ഉണ്ടായിരിക്കും ദുനിയാവിന്റെ ആൾക്കാരെക്കാൾ. ഇങ്ങനെ രണ്ട് പ്രയാസം കൊണ്ടാണ് ഒരു മുഅ്മിൻ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വഖദ് കാന ഹസൻ ബസ്രി റഹിമഹുല്ലാഹു തആല, ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു, ലാ യറാഹു അഹദുൻ, ഒരാളും അദ്ദേഹത്തെ പറയല്ല കാണുമായിരുന്നില്ല. എങ്ങനെയല്ലാതെ? ഇല്ലാ വന്ന അന്നഹു ഖരീബു അഹദിൻ ബി മുസീബത്തിന, മുസീബത്ത് ഇതാ അടുത്തുകൊണ്ടിരിക്കുന്നു, മൂപ്പർക്ക് മുസീബത്ത് മരിക്കാനുള്ള ടൈം ഇതാ അടുത്തിരിക്കുന്നു എന്ന് ധരിച്ചു പോകും. ആ നിലയിലാണ് ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി തങ്ങളെ കണ്ടിരുന്നത്. എന്തുകൊണ്ട്? ലിമാബിഹി മിൻ ശിദ്ദത്തിൽ ഹുസ്ൻ, മഹാനവറുകളുടെ വിഷമം വളരെ ഗൗരവമായ വിഷമമാണ്. എപ്പോ നോക്കിയാലും ദുഃഖാണ്, മുഷിപ്പാണ്. ഈ ദുഃഖം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായി എപ്പോൾ ഇയാൾ മരിച്ചു പോകുമെന്ന്. അത്രത്തോളം പ്രയാസപ്പെട്ട് ജീവിച്ച മഹാനാണ് ഹസൻ ബസ്രി തങ്ങൾ. വകദാലിക അസ്ഹാബു, ഇങ്ങനെ തന്നെയായിരുന്നു ഹസൻ ബസ്രി തങ്ങളെ പിൻപറ്റി ജീവിച്ചു പോകുന്ന സ്വഹാബാക്കളും അണികളൊക്കെ. വഖദ് കാന ഹറബിൻ ഹിബ്ബാൻ റഹിമഹുല്ലാഹു തആല, ബഹുമാനപ്പെട്ടവര് ലം യസൽ മഹ്മൂമൻ അശ്ശഹറ വദ്ദഹറ, മാസം അതുപോലെ വർഷം ഇങ്ങനെ ദുഃഖത്തിലായിക്കൊണ്ടേയിരുന്നു ഹറമെന്നവര്. ഫൈദാ ഖിലു ബിദാലിക, ആ വിഷയത്തിൽ എന്താ നിങ്ങൾക്ക് ഇത്ര മുഷിപ്പ്, എന്താ വിഷമം എന്ന് ചോദിക്കപ്പെടുകയാണെങ്കിൽ യഖൂലു, ഹറമെന്നവര് പറയുകയാണ്, വമൻ ഔലാ മിന്നി ബിദാലിക, ഇങ്ങനെ മുഷിപ്പാവുക എന്ന കാര്യം കൊണ്ട് എന്നേക്കാൾ ഏറ്റവും ബന്ധമായവൻ ആരുമില്ല. മസീർ, നാളെ എവിടേക്കാണ് ഞാൻ ചെന്ന് അണയുക? നരകത്തിലേക്കാണോ, പ്രയാസത്തിലേക്കാണോ, സുഖത്തിലേക്കാണോ അറിയില്ല. ഈ അറിയാത്ത കാര്യങ്ങൾ കൊണ്ട് ചിന്തിക്കുമ്പോൾ എന്നേക്കാൾ മുസിപ്പും ദുഃഖവും ഉണ്ടാവേണ്ട ആരാണ് എന്നാണ് മഹാൻ പറയുക. ഇതാണ് മഹാരഥന്മാരുടെ ചരിത്രം. ഫഅലൈകയാഹി, എന്റെ സഹോദര, നിന്റെ മേൽ നിർബന്ധമാണ്, ബിൽ ഹുസ്നി, ദുഃഖം കൊണ്ട്, അത്താലാ തജിദലക വഖതൻ തതഫറു ഫീ ലിശൈഇൻ മിൻ ശഹവാതി നഫ്സിക ഫിദ്ദുനിയ ഇല്ലാ വ അൻത മഗ്റൂറൻ. ഈ ദുന്യവിയായിരിക്കുന്ന ജീവിതത്തിൽ നീ ഒഴിഞ്ഞ് കളിച്ച് രസിക്കുമ്പോൾ നിനക്ക് നഷ്ടമാണ്, വഞ്ചനയിൽ നീ അകപ്പെട്ടിരിക്കുന്നത്. അങ്ങനത്തെ ഈ ദുനിയാവിന്റെ വികാരങ്ങളൊന്നും ഒഴിയാതെ അതിലേക്കൊന്നും ചെത്തിപ്പെടാത്ത വിധം എല്ലാ സമയവും അള്ളാനെ ഓർക്കാൻ പറ്റുന്ന വിധത്തിൽ നീ സമയം എത്തിക്കണം. അങ്ങനെ എത്തിക്കുന്നതുവരെ നിനക്ക് മുഷിപ്പ് വേണം, ദുഃഖം വേണം. പന്തവ് യാഹി, ഒന്ന് ഉണരും എന്റെ സഹോദര, എന്നാ നിനക്ക് നന്നാവാൻ പറ്റും. ഇങ്ങനെ ഓരോ ചരിത്രങ്ങളും സ്വഭാവങ്ങളും പറയുമ്പോൾ ഉണർന്നൂടെ എന്നാണ് മഹാനവർ നമ്മോട് പറയുന്നത്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.